ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ചർച്ചാ വിഷയമായ ഒരു കേസിനെ കുറിച്ചാണ്. ദക്ഷിണ കൊറിയൻ അഭിനേത്രി കിം സെറോൺ. കിം സെറോൺ സൗത്ത് കൊറിയയിലെ ഒരു പ്രശസ്ത ബാലതാരമായിട്ടാണ് തന്റെ കരിയർ ആരംഭിച്ചത്. ചെറുപ്പം മുതലേ സിനിമാ ലോകത്ത് സജീവമായിരുന്ന അവർ പിന്നീട് നിരവധി ശ്രദ്ധേയമായ ചിത്രങ്ങളിലൂടെ വലിയ പ്രശസ്തി നേടിയിരുന്നു. എന്നാൽ 2022 ഒരു വലിയ വിവാദത്തിന് ശേഷം അവരുടെ അഭിനയ ജീവിതം പെട്ടെന്ന് തന്നെ തകർന്നു. ആ സംഭവത്തിന് ശേഷം കിം സെറോൺ സിനിമാ ലോകത്തിൽ നിന്നും വളരെ അകന്നു നിന്നു. അവരുടെ അവസാനമായി പുറത്തിറങ്ങിയ ശ്രദ്ധേയമായ ഒരു പ്രോജക്റ്റ് ബ്ലഡ് ഹൗണ്ട്സ് ആയിരുന്നു. അതിനുശേഷം അവർ പൊതുജീവിതത്തിൽ നിന്നും മാറി സോളിലെ സിയോങ്ടോങ് ജില്ലയിൽ ഒരു സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു. അതിനിടെ ഒരു നോർമൽ ജോലിയും അവർ ചെയ്തിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. 2025 ഫെബ്രുവരി മാസം 16 കിം സെറോണിനെ കോൺടാക്ട് ചെയ്യാൻ അവളുടെ ഒരു സുഹൃത്ത് പലതവണ ശ്രമിച്ചു. ഫോൺ കോളുകൾക്കും മെസ്സേജുകൾക്കും യാതൊരു പ്രതികരണവും ലഭിക്കാതായതോടെ ആ ഒരു സുഹൃത്ത് ഭയന്നു. ഉടൻ തന്നെ ലോക്കൽ അധികാരികളെ അറിയിക്കുകയും ചെയ്തു. അധികാരികൾ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ ഒരു ഭയങ്കരമായ സത്യമായിരുന്നു അവർ അറിഞ്ഞത്. 24 വയസ്സ് മാത്രം പ്രായമുള്ള കിം സെറോൺ മരണപ്പെട്ട നിലയിൽ അന്ന് കണ്ടെത്തി. അന്വേഷണത്തിൽ വീടിനുള്ളിൽ കയറിക്കൂടിയതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയില്ല. പൊരുത്തക്കേടുകളോ ബലപ്രയോഗമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ തുടക്കത്തിൽ ഇതൊരു ഫോൾ പ്ലേ ഇല്ലാത്തൊരു കേസാണ് എന്ന് റിപ്പോർട്ട് ചെയ്തു. അവർ മരിച്ചത് ഫെബ്രുവരി മാസം 16 സ്ഥിരീകരിച്ചു. എന്നാൽ പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ഈ തീയതി കിം സെറോണിന്റെ മുൻ ബോയ്ഫ്രണ്ടിന്റെ ജന്മദിനമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായൊരു കാര്യം. അതോടെ ഈ തീയതി അവർ ഉദ്ദേശപൂർവ്വം തിരഞ്ഞെടുത്തതാണോ? ഈ മരണത്തിലൂടെ അവർ എന്തെങ്കിലും സൂചന നൽകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ഉയർന്നു. ആദ്യഘട്ടത്തിൽ ഇതൊരു ലളിതമായ കേസ് എന്നാണ് കരുതിയത്. എന്നാൽ ആഴ്ചകൾക്ക് ശേഷം ചില പുതിയ ആരോപണങ്ങളും വിവരങ്ങളും പുറത്തു വന്നു. ചിലർ അവകാശപ്പെട്ടത് ഇതൊരു സാധാരണ മരണം അല്ല. ചില ശക്തമായ വ്യക്തികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കാം. ചിലർ ഈ കേസിൽ വ്യക്തമായ വൈരുദ്ധ്യങ്ങളും പല കള്ളവാദങ്ങളും ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതെല്ലാം അന്വേഷണ വിധേയമായ ആരോപണങ്ങൾ മാത്രമാണ്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട നിഗമനങ്ങളൊന്നുമില്ല. ഇത് പ്രത്യേകം പറയേണ്ടതുണ്ട്. അവസാനമായി കിം സെറോണിന്റെ ജീവിതവും മരണവും സൗത്ത് കൊറിയൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ അമിത സമ്മർദ്ദം, പണിഷ്മെന്റ്, മാനസികാരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കാരണമായി. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഒരു സമയത്ത് രാജ്യമെമ്പാടും ആരാധിക്കപ്പെട്ട ഒരു നടി അവസാനം ഒറ്റപ്പെടലിലും നിശബ്ദതയിലും മറഞ്ഞുപോയൊരു കഥയാണ്. ഈ കേസ് ഇപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ്. ദക്ഷിണ കൊറിയൻ അഭിനേത്രി കിം സെറോൺ 2000 ജൂലൈ 31 സോളിൽ ജനിച്ചു. സോൾ എന്നത് കൊറിയൻ സിനിമയും മീഡിയ ഇൻഡസ്ട്രിയും വളർന്നു വന്നൊരു കേന്ദ്രമാണ്. അതിനാൽ തന്നെ അവളുടെ ജീവിതം വളരെ ചെറുപ്പത്തിലെ ആ ലോകത്തോട് ചേർന്നുപോയി. ഒരു വയസ്സുപോലും പൂർത്തിയാകുന്നതിന് മുൻപ് ഒരു പെയിന്റിംഗ് മാഗസീനിൽ ചൈൽഡ് മോഡലായി അവൾ പ്രത്യക്ഷപ്പെട്ടു. സെറോണിന് 2 സഹോദരിമാരുണ്ടായിരുന്നു. അവരും അഭിനയ രംഗത്തേക്ക് എത്താൻ ശ്രമിച്ചവരാണ്. ഇത്തരമൊരു കുടുംബ അന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ട് ഞാനും ഒരു നാൾ അഭിനേത്രി ആകുമെന്നൊരു തീരുമാനം അവളുടെ മനസ്സ് വേഗം ഉറപ്പിച്ചു. 2009 വെറും 9 വയസ്സുള്ളപ്പോൾ എ ബ്രാൻഡ് ന്യൂ ലൈഫ് എന്ന സിനിമയിൽ കിം സെറോൺ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി അവതരിപ്പിച്ചു. അവളുടെ പ്രകടനം അത്രമേൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ അവൾക്ക് ദേശീയവും അന്താരാഷ്ട്ര തലത്തിലും പ്രശംസ ലഭിച്ചു. തുടർന്ന് ദ മാൻ ഫ്രം നൗവെയർ പോലുള്ള വലിയ ഹിറ്റ് സിനിമകളിലൂടെ അവൾ കൊറിയയിലെ ഏറ്റവും പ്രതിഭാധനയായ ബാലതാരങ്ങളിൽ ഒരാളായി മാറി. സ്കൂളും സിനിമയും ഒരുമിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് അവൾ സ്ഥിരമായി മുന്നേറി. കൊറിയൻ സിനിമയും ഐഡൽ ഇൻഡസ്ട്രിയും വളരെ കഠിനമായ മാനദണ്ഡങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഈ അഭിനയിക്കുന്നവരോട് അവർ പ്രതീക്ഷിക്കുന്നത് തെറ്റില്ലായ്മ, പരിപൂർണമായ പെരുമാറ്റം, വ്യക്തിപരമായ ജീവിതം പോലും ക്ലീൻ ആയിരിക്കണം. ഈ സമ്മർദ്ദങ്ങളൊക്കെ യാഥാർത്ഥ്യബോധമില്ലാത്തവയാണെങ്കിലും ഇതാണ് ഇൻഡസ്ട്രിയുടെ പ്രവർത്തന രീതി. സെറോൺ വളർന്നു വന്നതിനനുസരിച്ച് ഈ പ്രതീക്ഷകൾ നിറവേറ്റേണ്ടത് സ്വന്തം ഉത്തരവാദിത്വമാണെന്നും അവൾ വിശ്വസിച്ചിരുന്നു. കുട്ടിക്കാലത്ത് ലഭിച്ച അതേ തോതിലുള്ള പ്രശംസയും ആവേശവും വയസ്സ് കൂടിയതോടെ കുറഞ്ഞു തുടങ്ങി. വലിയ ബ്ലോക്ക് ബസ്റ്ററുകൾ കുറയുന്നു, അവാർഡ് നോമിനേഷനുകൾ ഇല്ലാതാകുന്നു, മെയിൻ സ്ട്രീം ശ്രദ്ധ കുറയുന്നു. ഇത് അവളുടെ ആത്മവിശ്വാസത്തെ ശക്തമായി തന്നെ ബാധിച്ചു. എന്നിരുന്നാലും അവൾ പൂർണ്ണമായും അപ്രത്യക്ഷയായില്ല. ചെറിയ ചെറിയ സിനിമകൾ, സപ്പോർട്ടിംഗ് റോൾസ്, ഇൻഡിപെൻഡന്റ് പ്രോജക്റ്റുകൾ ഇതൊക്കെ അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലൂടെ അവൾക്ക് സാമ്പത്തികമായ ഒരു സ്ഥിരതയുണ്ടായിരുന്നു. എന്നാൽ ഒരു കാലത്ത് കൊറിയൻ സിനിമകളുടെ മുഖ്യ താരമായിരുന്ന ഒരാൾ
പുതിയ മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കി തുടങ്ങി. 2020 കിം സെറോണിന്റെ കരിയറിലെ ഒരു വലിയ മാറ്റം സംഭവിച്ചു. കിം സിയോ ഹ്യൂൻ, ജിയോ ഏജി പോലുള്ള വലിയ താരങ്ങൾ ഉൾപ്പെട്ട ഗോൾഡ് മെഡലിസ്റ്റ് എന്ന പ്രശസ്ത ഏജൻസിയുമായി അവൾ ഒരു കരാർ ഒപ്പുവെച്ചു. ഇതോടെ സെറോണിന് വീണ്ടും ഒരു പ്രതീക്ഷയുടെ കിരണം ലഭിച്ചു. വലിയ പ്രോജക്റ്റുകൾ, ശക്തമായ റോളുകൾ, കരിയറിന്റെ ഒരു പുതിയ പുഷ്, ഇവയെല്ലാം അവൾ പ്രതീക്ഷിച്ചു. ഞാൻ തീർന്നിട്ടില്ല, എനിക്ക് ഇനിയും തെളിയിക്കാനുണ്ട് എന്നൊരു ചിന്തയോടു കൂടിയാണ് അവൾ മുന്നോട്ട് പോയത്. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം വളരെ വേഗം തകർന്നു. 2022 മെയ് മാസം 18 കിം സെറോണിന്റെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചൊരു ദിവസമായിരുന്നു. ഒരു അഭിനേതാവ് എന്ന നിലയിൽ നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ലോകം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ പിഴവ് പോലും മുഴുവൻ ഇമേജും തകർക്കും. ദുഃഖകരമായ അങ്ങനെ ഒരു സംഭവം സെറോണിന്റെ ജീവിതത്തിൽ നടന്നു. 2022 മെയ് മാസം 18 രാവിലെ ഏകദേശം 8 മണിക്ക് സെറോൺ സോളിലെ ഗാഗ്നം ഡിസ്ട്രിക്ട് വഴി ഒരു അജ്ഞാത വ്യക്തിയോടൊപ്പം കാർ ഓടിച്ചു പോവുകയായിരുന്നു. അവളുടെ ഡ്രൈവിംഗ് വളരെ മോശമായിരുന്നുവെന്ന് സാക്ഷികൾ പറയുന്നു. ചുറ്റുമുള്ളവർക്ക് സംശയം തോന്നി പോലീസിന് വിവരം അറിയിച്ചു. എന്നാൽ പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ കാർ റോഡിലെ ഗാർഡ് റെയിലിൽ ഇടിച്ചു, സമീപത്തെ മരങ്ങളിൽ ഇടിച്ചു, ഒടുവിൽ ഒരു ഇലക്ട്രിക് ട്രാൻസ്ഫോമറിലേക്കും ഇടിച്ചു. കാർ പൂർണ്ണമായും തകർന്നു. പോലീസ് അവിടെ എത്തിയപ്പോൾ സെറോൺ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങളും ഉയർന്നു. ഇവിടെയാണ് കിം സെറോണിന്റെ ജീവിതം മുമ്പത്തെ പോലെ ഇനി ഒരിക്കലും ആയിരിക്കില്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞത്. ഈ സംഭവം കിം സെറോണിന്റെ റെപ്യൂട്ടേഷന് വളരെ വലിയൊരു തിരിച്ചടിയായിരുന്നു. കാരണം നമ്മൾ ഈ സംസാരിക്കുന്നത് ദക്ഷിണ കൊറിയയെക്കുറിച്ചാണ്. കൊറിയൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു നടൻ അല്ലെങ്കിൽ നടി ആരുടെയെങ്കിലും കൈ പിടിച്ചിരിക്കുന്നത് പോലും അല്ലെങ്കിൽ ഒരേ ടീഷർട്ട് ധരിച്ചിരിക്കുന്നത് പോലും പാപ്പരാസികൾ പകർത്തിയാൽ അവരെ ക്യാൻസൽ ചെയ്യും. അവിടെ കിം സെറോൺ മദ്യപിച്ച നിലയിൽ കാർ ഓടിച്ചു, പബ്ലിക് പ്രോപ്പർട്ടി തകർത്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കൊറിയയിൽ ഒരു വലിയ വിഷയമായി തന്നെ മാറി. ഈ അപകടത്തിന് ശേഷം കിം സെറോൺ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷെ പോലീസ് അവരെ തടഞ്ഞു. സ്ഥലത്ത് വെച്ച് തന്നെ കസ്റ്റഡിയിലും എടുത്തു. ഇവിടെ ഒരു കാര്യമാണ് ആശ്വാസമായത്. കിം സെറോണിനും കാറിലുണ്ടായിരുന്ന സുഹൃത്തിനും ചുറ്റുമുണ്ടായിരുന്ന മറ്റേതൊരു വ്യക്തിക്കും ഗുരുതരമായ പരിക്കുകളൊന്നും സംഭവിച്ചില്ല. ചെറിയ പരിക്കുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കാറിന് ഭീകരമായ നാശനഷ്ടം സംഭവിച്ചിരുന്നു. കാർ ഇലക്ട്രിക് ട്രാൻസ്ഫോമറിൽ ഇടിച്ചതിനാൽ അവിടെ സമീപത്തുണ്ടായിരുന്ന 57 കടകളുടെ ബിസിനസ് പൂർണ്ണമായും നിലച്ചു. ആ പ്രദേശത്ത് ഏകദേശം 5 മണിക്കൂർ വരെ വൈദ്യുതി ഇല്ലായിരുന്നു. ഇതുമൂലം അവിടുത്തെ ബിസിനസ്സുകാർക്ക് വളരെയധികം സാമ്പത്തിക നഷ്ടം സംഭവിച്ചു. പോലീസ് കിം സെറോണിനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് നിൽക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വാക്കുകൾ വ്യക്തമായിരുന്നില്ല. സംസാരം തളർന്ന നിലയിലായിരുന്നു. ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അവൾ മദ്യപിച്ച നിലയിൽ വാഹനം ഓടിച്ചതായി പോലീസ് സംശയിച്ചു. പിന്നീട് സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ മീഡിയ പുറത്തുവിട്ടതോടെ പൊതുജനങ്ങളുടെ ദേഷ്യം ഇരട്ടിയായി. ആ ദൃശ്യങ്ങളിൽ ആദ്യ ഇടിക്ക് ശേഷവും കിം സെറോൺ കാർ ഓടിച്ചുകൊണ്ടിരുന്നു എന്നത് വ്യക്തമായി കാണാമായിരുന്നു. ഇത്രയും അനാസ്ഥ എങ്ങനെ എന്ന ചോദ്യമാണ് ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നത്. ഈ സമയത്താണ് കിം സെറോൺ നെറ്റ്ഫ്ലിക്സ് സീരീസായ ബ്ലഡ് ഹൗണ്ട് എന്ന പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്നത്. ഈ അപകടം മൂലം ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു. നെറ്റ്ഫ്ലിക്സിനും വലിയ വിമർശനം നേരിടേണ്ടി വന്നു. ഇത്തരമൊരു നടിയെ നിങ്ങൾ എങ്ങനെ ഹയർ ചെയ്തു എന്നുള്ള ചോദ്യം ഉയർന്നു. നെഗറ്റീവ് PR ഒഴിവാക്കാനായി നെറ്റ്ഫ്ലിക്സ് ഒരു നിർണായക തീരുമാനമെടുത്തു. കിം സെറോണിനെ ആ സീരീസിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കിയില്ല. പക്ഷേ അവളുടെ പല സീനുകളും എഡിറ്റ് ചെയ്ത് നീക്കം ചെയ്തു. കഥയ്ക്ക് അത്യാവശ്യമായ ഭാഗങ്ങൾ മാത്രം നിലനിർത്തി. കിം സെറോണിന്റെ ഏജൻസിയായ ഗോൾഡ് മെഡലിസ്റ്റ് ഈ സംഭവത്തിന് പിന്നാലെ ഒരു പൊതു മാപ്പ് അറിയിച്ചു. അതോടൊപ്പം കിം സെറോൺ തന്നെ ഒരു മാപ്പ് കത്ത് എഴുതുകയും ചെയ്തു. ആ കത്തിൽ എൻ്റെ പിഴവുകൾ പരിഹരിക്കാൻ എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്നവൾ ഉറപ്പ് നൽകി. എന്നാൽ ഇത് ജനങ്ങളുടെ ദേഷ്യം ശമിപ്പിക്കാൻ മതിയായില്ല. അവസാനം അവൾ ചെയ്ത തെറ്റുകൾക്ക്, അവളുണ്ടാക്കിയ നഷ്ടങ്ങൾക്കെല്ലാം മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിഴയായി ഏകദേശം 1.5 ലക്ഷം രൂപ, ഒരു കിഡ്സ് അഡ്വർടൈസ്മെന്റ് കമ്പനിക്ക് ഏകദേശം 23 ലക്ഷം രൂപ പിഴ, ബ്ലഡ് ഹൗണ്ട് പ്രോജക്റ്റിന് നഷ്ടപരിഹാരം ഏകദേശം 41 ലക്ഷം, മൊത്തത്തിൽ ഏകദേശം 65 ലക്ഷം കിം സെറോൺ അടയ്ക്കേണ്ടി വന്നു. ഇത് അവളുടെ സാമ്പത്തിക ശേഷിക്ക് വളരെ അധികമായിരുന്നു. ഈ ഘട്ടത്തിലാണ് കിം സെറോണിന്റെ ഏജൻസിയായ ഗോൾഡ് മെഡലിസ്റ്റ് ഇടപെട്ടത്. നെറ്റ്ഫ്ലിക്സുമായുള്ള ബന്ധം തകരരുത്, കമ്പനിയുടെ പേര് മോശമാകരുത്, മറ്റ് ആർട്ടിസ്റ്റുകളൊന്നും ഇത് കാരണം ബാധിക്കപ്പെടരുത്. ഈ ഒരു ലക്ഷ്യത്തോടെ മുഴുവൻ തുകയും ഗോൾഡ് മെഡലിസ്റ്റ് സെറോണിന് വേണ്ടി മുൻകൂട്ടി തന്നെ അടച്ചു. പക്ഷെ ഇതൊരു സൗജന്യ സഹായം ആയിരുന്നില്ല, ഇതൊരു കടമായിരുന്നു. ഒരു ദിവസം കിം സെറോൺ ഈ മുഴുവൻ തുകയും തിരികെ നൽകണം. ഇവിടെയാണ് ഈ കഥ മറ്റൊരു ഇരുണ്ട അധ്യായത്തിലേക്ക് കടക്കുന്നത്. ഗോൾഡ് മെഡലിസ്റ്റ് എന്നത് ഒരു ചെറിയ ഏജൻസി അല്ല, അത് ദക്ഷിണ കൊറിയയിലെ വളരെ വലിയതും ശക്തവുമായൊരു എന്റർടൈൻമെന്റ് ഏജൻസിയാണ്. അതിനാൽ തന്നെ സെറോൺ ഏജൻസിക്ക് തിരികെ നൽകേണ്ട തുക അതൊരു സാധാരണ കടം അല്ലായിരുന്നു. അത് അവളുടെ ജീവിതത്തിലെ വലിയൊരു ബാധ്യതയായി മാറി.
ആ തുക തിരികെ നൽകാൻ സെറോണിന്റെ വർഷങ്ങളായുള്ള വരുമാനം പോലും മതിയാകുമായിരുന്നില്ല. എന്നിരുന്നാലും അവൾ തന്റെ കാർ വിറ്റു, ചെറിയ ചെറിയ മാർഗങ്ങളിലൂടെ പണം ചേർത്തു, കടം കുറച്ചൊക്കെ വീട്ടി. എന്നാൽ അതിനുശേഷവും അവൾ കടക്കേണ്ട തുക ഇനിയും വളരെ കൂടുതലായിരുന്നു. ഈ അപകടത്തിന് ശേഷം പോലും സെറോണിന് സിനിമകളോ പ്രോജക്റ്റുകളോ ലഭിച്ചിരുന്നുവെങ്കിൽ പോലും അവൾക്ക് പതിയെ പതിയെ കടം തീർക്കാനാകുമായിരുന്നു. പക്ഷേ അങ്ങനെയും സംഭവിച്ചില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ഇമേജ് കാരണം ആരും അവളോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചില്ല. അവളുടെ ഗോൾഡ് മെഡലിസ്റ്റ് കരാർ അവസാനിച്ചതിനു ശേഷം ഏജൻസി പോലും അവൾക്ക് വീണ്ടും കരാർ നൽകാൻ വിസമ്മതിച്ചു. ഇതോടെ കിം സെറോണിന്റെ അഭിനയ കരിയറിന്റെ യഥാർത്ഥ ഇടിവ് ആരംഭിച്ചു. ഈ ഘട്ടത്തിൽ സെറോണിന് സ്ഥിരമായ വരുമാനം ഇല്ല, ഇൻഡസ്ട്രിയിൽ ജോലിയില്ല. അതിനാൽ അവൾ വീണ്ടും തന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി, മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ തുടങ്ങി. പക്ഷേ അവളുടെ റെപ്യൂട്ടേഷൻ ഇതിനോടകം തന്നെ തകർന്നിരുന്നു. ദക്ഷിണ കൊറിയയിൽ ഈ സെലിബ്രിറ്റികളെ വളരെ ഉയർന്ന മാനദണ്ഡങ്ങളിലൂടെയാണ് വിലയിരുത്തുന്നത്. ഒരു ചെറിയ പിഴവ് പോലും വലിയ കുറ്റമായി കണക്കാക്കപ്പെടും. അതിലും മോശമായ കാര്യം, കൊറിയൻ സമൂഹം അങ്ങനെ ഒന്നും എളുപ്പത്തിൽ മറക്കാറില്ല. ഇന്റർനെറ്റിൽ കിം സെറോണിന് തുടർച്ചയായി ട്രോളുകൾ, വിമർശനങ്ങൾ വരാൻ തുടങ്ങി. ഇതിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ ഒരു പുതിയ ഡിഫൻസ് മെക്കാനിസമായി അവൾ പതിയെ പതിയെ പൊതുജനങ്ങളുടെ കണ്ണിൽ നിന്ന് മാറി നിന്നു. അഭിനയ ജീവിതം ഏകദേശം അവസാനിച്ചതിനാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ കഫേസ്, റെസ്റ്റോറന്റ്, ബാർസ് എന്നിവിടങ്ങളിലൊക്കെ മണിക്കൂർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു. പക്ഷെ അവിടെയും അവൾക്ക് സമാധാനം ലഭിച്ചില്ല. ചിലർ അവളെ ജോലിക്കെടുത്ത് സ്ഥാപനങ്ങളെ പോലും വിമർശിച്ചു. മദ്യപിച്ച് അപകടമുണ്ടാക്കിയ ഒരാളെ എങ്ങനെ ഹയർ ചെയ്തു എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചു. കിം സെറോണിന്റെ സിനിമകളും ഡ്രാമകളും കണ്ടവർക്കറിയാം, അവളുടെ പല കഥാപാത്രങ്ങളും സംഘർഷങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും നിറഞ്ഞ കഥാപാത്രങ്ങളായിരുന്നു. അങ്ങനെ അവൾ അഭിനയിച്ചിരുന്ന വേദനകൾ ഇപ്പോൾ അവളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മാറുകയായിരുന്നു. അതെ, അവളൊരു വലിയ തെറ്റ് ചെയ്തു. ആ അപകടം ഒരിക്കലും ന്യായീകരിക്കാനാകില്ല. എന്നാൽ ഈ ഘട്ടത്തിൽ കിം സെറോൺ മാനസികമായും സാമ്പത്തികമായും പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ഈ സംഭവത്തിന് മുൻപ് സെറോൺ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിരുന്നു. സിനിമകൾ, യാത്രകൾ, വ്യക്തിജീവിതം എല്ലാം അവൾ അതിൽ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ അപകടത്തിന് ശേഷം അവൾ സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷയായി. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ കമന്റുകളൊക്കെ ഓഫ് ചെയ്തു. കാരണം അതികഠിനമായ ട്രോളിംഗ് ആയിരുന്നു. 2023 മുഴുവൻ വർഷവും അവൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പോലും പങ്കുവച്ചില്ല. അതുപോലും അവളുടെ പഴയ സ്വഭാവത്തിന് മികച്ചവണ്ണം വിരുദ്ധമായിരുന്നു. 2024 മാർച്ച് മാസം 24-ന് കിം സെറോൺ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റിൽ അവൾ കിം സി ഹ്യൂൻ എന്ന ദക്ഷിണ കൊറിയയിലെ ഏറ്റവും പ്രശസ്തവും സമ്പന്നനുമായ ഒരു നടനുമായുള്ള ചിത്രം പങ്കുവച്ചിരുന്നു. അവൻ കിം സി ഹ്യൂൻ ഗോൾഡ് മെഡലിസ്റ്റ് ഏജൻസിയിൽ സെറോണിന്റെ മുൻ സഹപ്രവർത്തകനായിരുന്നു. ആ ചിത്രത്തിൽ ഇരുവരും വളരെ അടുത്ത ബന്ധത്തിലാണെന്ന പോലെ തോന്നി. എന്നാൽ അജ്ഞാതമായ കാരണങ്ങളാൽ അല്പം മിനിറ്റുകൾക്കകം തന്നെ സെറോൺ ആ ചിത്രം ഡിലീറ്റ് ചെയ്തു. ഈ സംഭവം ഉടൻ തന്നെ പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കി. ചിലർ പറഞ്ഞത് ഇരുവരും ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്ന്. ആ ചിത്രം ഉദ്ദേശപൂർവ്വം പോസ്റ്റ് ചെയ്തതാണെന്നും പറഞ്ഞു. ഗോൾഡ് മെഡലിസ്റ്റ് ഉടൻ തന്നെ സ്റ്റേറ്റ്മെന്റ് നൽകി. ആ ചിത്രം പഴയതാണ്, സെറോൺ ഏജൻസിയിൽ ജോലി ചെയ്തിരുന്ന സമയത്തെടുത്തതാണ്, നിലവിൽ അതിന് പ്രത്യേക അർത്ഥമൊന്നും ഇല്ല എന്നായിരുന്നു അവരുടെ വിശദീകരണം. ഇതോടെ ചിലർ കിം സെറോണിനെ അറ്റൻഷൻ സീക്കർ എന്നും ക്ലോഡ് ചേസർ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. സെറോൺ ആദ്യം ഈ വിഷയത്തിൽ വിശദീകരണം നൽകുമെന്ന് പറഞ്ഞു. പക്ഷെ അവസാനം അവൾ ഒരു തരത്തിലുള്ള വിശദീകരണം നൽകില്ല എന്ന് തീരുമാനിച്ചു. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കഥയെ വീണ്ടും കൂടുതൽ നിശബ്ദവും ഇരുണ്ട ഘട്ടത്തിലേക്ക് നയിച്ചത്. അതിനുശേഷം കിം സെറോൺ പൂർണ്ണമായും നിശബ്ദയായി. ആദ്യം അപകടം, പിന്നീട് വൻ കടബാധ്യത, പിന്നീട് ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ തുടർന്നുണ്ടായ ഇൻഡസ്ട്രി ബാക്ക്ലാഷ്, ഇവയെല്ലാം ചേർന്ന് അവളുടെ മാനസിക ആരോഗ്യത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുകയായിരുന്നു. ഓരോ ദിവസവും കുറ്റബോധത്തിലൂടെ ജീവിക്കുക, ഓൺലൈനിൽ അശ്ലീലവും ക്രൂരവുമായ കമന്റുകൾ വായിക്കുക, ഓരോ സിനിമയിൽ നിന്നും ഓരോ അവസരത്തിൽ നിന്നും റിജക്ഷൻ കേൾക്കുക, എല്ലാം ചേർന്ന് അവളുടെ ഉള്ളിലെ പ്രതീക്ഷയും ആത്മവിശ്വാസവും പതിയെ അപ്രത്യക്ഷമാവുകയായിരുന്നു. സുഹൃത്തുക്കൾ പറയുന്നതനുസരിച്ച് ഈ ഘട്ടത്തിൽ സെറോണിന്റെ മനസ്സ് നെഗറ്റീവ് കാര്യങ്ങൾ കൊണ്ട് പൂർണ്ണമായും നിറഞ്ഞിരുന്നു. അവളെ ഈ അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു. അതിനു മുകളിൽ അവൾ സ്വയമേ കൂടുതൽ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. അവൾ ഒരു മെന്റൽ ബ്രേക്ക് ഡൗണിന്റെ അതിരിലായിരുന്നു. 2025 ഫെബ്രുവരി മാസം 16-ന് സെറോണിന്റെ ഒരു സുഹൃത്ത് ദിവസം മുഴുവനും അവളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഫോൺ കോളുകൾ, മെസ്സേജുകൾ, ഒന്നിനും മറുപടിയില്ല. ഭയന്ന സുഹൃത്ത് ഉടൻ തന്നെ ലോക്കൽ അതോറിറ്റി വിവരം അറിയിച്ചു. വൈകുന്നേരം ഏകദേശം 5 മണിയോടെ പോലീസ് സെറോണിന്റെ വീടിന്റെ വാതിൽ തകർത്ത് കടന്നു. അവിടെ 24 വയസ്സുള്ള കിം സെറോണിനെ അവളുടെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു സൂയിസൈഡ് നോട്ട് അവിടെ ഇല്ല. പുറത്തു നിന്നുള്ള ഇടപെടലുകളുടെ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഒരു സ്വയം ജീവനൊടുക്കൽ എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്.
ഒരു വ്യക്തമായ തെളിവോ കുറിപ്പോ ഇല്ലാത്തതിനാൽ പലരും ഉടൻ തന്നെ ഒരു നിഗമനത്തിലെത്തി. ജോലിയില്ലായ്മ, മാനസിക സമ്മർദ്ദം, ഡിപ്രഷൻ ഇവയൊക്കെയാണ് ഇതിന് കാരണമെന്ന്. പോലീസ്, പൊതുസമൂഹവും ആദ്യഘട്ടത്തിൽ ഇങ്ങനെയാണ് വിശ്വസിച്ചത്. എന്നാൽ പിന്നീട് പുറത്തു വന്ന ചില വിവരങ്ങൾ ഈ കഥയിൽ ഇനിയും കാണാത്ത ഭാഗങ്ങൾ ഉണ്ടാകാമെന്ന സംശയം ഉയർത്തി. ആദ്യം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരുന്നു ഇത്. ഫെബ്രുവരി മാസം 16 ഇത് കിം സി ഹ്യൂൻ എന്ന നടന്റെ ജന്മദിനമാണ്. കിം സി ഹ്യൂൻ സെറോണും തമ്മിൽ മുൻപ് ഡേറ്റിംഗ് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇരുവരും അതൊരിക്കലും ഒഫീഷ്യലി അംഗീകരിച്ചിട്ടില്ല. കൂടാതെ കിം സി ഹ്യൂൻ സെറോണിന്റെ അവസാന ചടങ്ങിൽ പോലും പങ്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ ആരും ആദ്യഘട്ടത്തിൽ ഇത് സംശയമൊന്നും പ്രകടിപ്പിച്ചില്ല. സെറോണിന്റെ മരണത്തിന് ഏകദേശം 3 ആഴ്ചകൾക്ക് ശേഷം യൂട്യൂബിൽ ഹോവർ ലാബ് എന്ന ചാനലിൽ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചു. ആ വീഡിയോയിൽ കിം സെറോണിന്റെ അമ്മായിയമ്മ തുറന്ന് സംസാരിച്ചിരുന്നു. അതിലവർ പറഞ്ഞ കാര്യങ്ങൾ ഇന്റർനെറ്റിൽ വീണ്ടും തീ പടരാൻ കാരണമായി മാറി. അവരുടെ ആരോപണം അനുസരിച്ച് 2015 മുതൽ തന്നെ കിം സി ഹ്യൂൻ കിം സെറോണുമായി ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. അന്ന് സെറോണിന് 15 വയസ്സ്, കിം സി ഹ്യൂന് 27 വയസ്സ് മാത്രം. ഇതാണ് ഏറ്റവും വിവാദമായ ഭാഗം. കൂടാതെ 2016 ഒരു ചിത്രം പുറത്തു വന്നു. കിം സി ഹ്യൂൻ സെറോണിന്റെ കവിളിൽ ചുംബിക്കുന്ന ഒരു ചിത്രം. അവളുടെ ആക്സിഡന്റ് കേസിന് ശേഷം തന്റെ ഇമേജ് സംരക്ഷിക്കാൻ കിം സി ഹ്യൂൻ സെറോണിൽ നിന്നും അകലം പാലിച്ചുവെന്ന ആരോപണം സെറോണിന്റെ കുടുംബം ആരോപിച്ചു. കൂടാതെ ഗോൾഡ് മെഡലിസ്റ്റ് സെറോണെ അൺപെയ്ഡ് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. 2024 700 ബില്യൺ വോൺ കടം തിരികെ നൽകാൻ ലീഗൽ നോട്ടീസ് അയച്ചു. സെറോണിന് ആ തുക തിരിച്ചടയ്ക്കേണ്ട യാതൊരു അവസ്ഥയില്ലായിരുന്നു എന്നറിയാമായിരുന്നിട്ട് കൂടിയും അവർ ആ നോട്ടീസ് അയച്ചു. ഈ മാനസിക സമ്മർദ്ദമാണ് സെറോണിനെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത്. കൂടാതെ ആ കുടുംബം ചില ടെക്സ്റ്റ് മെസ്സേജുകളും പുറത്തുവിട്ടിരുന്നു. അതിൽ സെറോൺ കിം സി ഹ്യൂനോട് കടത്തെക്കുറിച്ച് ഒരു ഇളവ് ചോദിച്ചു, സമയം നൽകാനും അപേക്ഷിച്ചിരുന്നു. പക്ഷെ ഈ മെസ്സേജുകൾ അവഗണിക്കപ്പെട്ടുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കിം സി ഹ്യൂൻ ഗോൾഡ് മെഡലിസ്റ്റിന്റെ ഫൗണ്ടറുടെ ഒരു ബന്ധുവാണ്, കൂടാതെ കോ ഫൗണ്ടറുമാണ്. ഈ സമയത്താണ് 2024 കിം സെറോൺ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തില്ലേ, അത് വീണ്ടും ചർച്ചയാകുന്നത്. പലരും വിശ്വസിച്ചത് ഗോൾഡ് മെഡലിസ്റ്റ് തന്നെയാകും സെറോണിനെ ഈ ചിത്രം ഡിലീറ്റ് ചെയ്യാൻ നിർബന്ധിപ്പിച്ചത് എന്ന്. അവൾ എന്തെങ്കിലും സൂചന നൽകാൻ ശ്രമിച്ചിരുന്നിരിക്കാം എന്നാണ്. ഇന്നീ കേസ് ഇപ്പോഴും പല ചോദ്യങ്ങളുമായി നിൽക്കുകയാണ്. കിം സെറോൺ വലിയൊരു പ്രതിഭയായിരുന്നു, തെറ്റ് ചെയ്ത ഒരു മനുഷ്യയാണ്. എന്നാൽ സഹായം ആവശ്യമുണ്ടായിരുന്ന ഒരു യുവതി കൂടെയായിരുന്നു. 24 വയസ്സെന്നത് ജീവിതം അവസാനിക്കേണ്ട ഒരു പ്രായമേ അല്ല. ഈ കേസ് ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല. ഇതൊരു ക്രൂരമായ ഇൻഡസ്ട്രിയുടെ, ഓൺലൈൻ ആക്രമണങ്ങളുടെ, മാനസിക സമ്മർദ്ദങ്ങളുടെ കഥ കൂടിയാണ്. ചില ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം കിട്ടാതിരുന്നിരിക്കാം, പക്ഷേ ഈ കഥ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈ സംഭവങ്ങളെല്ലാം പുറത്തു വന്നതോടെ കിം സി ഹ്യൂനെതിരെ ജനങ്ങളുടെ ഒരു വിമർശനം ശക്തമായി. അവന് സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങളും വലിയ തോതിലുള്ള വെറുപ്പും നേരിടേണ്ടി വന്നു. ഇതോടൊപ്പം തന്നെ കിം സി ഹ്യൂന്റെ പഴയ ഇന്റർവ്യൂസ്, വീഡിയോസ് എല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങി. അവയിൽ ചിലത് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നതും ക്രീപ്പിയാണെന്നും തോന്നി. ചില വീഡിയോസിൽ അവന് ചുറ്റുമുള്ള പെൺകുട്ടികളെല്ലാം വളരെ ചെറുപ്പമുള്ള പെൺകുട്ടികളാണെന്ന് ആരോപണം ഉയർന്നു, അതും 13-14 വയസ്സുള്ള കുട്ടികൾ. ഒരു പഴയ ഇന്റർവ്യൂവിൽ കിം സി ഹ്യൂൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് 40-50 വയസ്സാവുകയാണെങ്കിൽ എൻ്റെ ഭാര്യ 20-27 വയസ്സുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം എന്നുള്ളൊരു പ്രസ്താവന അയാൾ പറഞ്ഞിരുന്നു. അത് വീണ്ടും ചർച്ചയായി മാറി. ഈ വാക്കുകൾ പലർക്കും അത്യന്തം അസ്വസ്ഥതയും വിമർശനവും ഉണ്ടാക്കി. 2025 മാർച്ച് മാസം 13 ഗോൾഡ് മെഡലിസ്റ്റ് ഏജൻസി ഒരു ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കി. ആ സ്റ്റേറ്റ്മെന്റിൽ കിം സി ഹ്യൂൻ കിം സെറോണുമായി താൻ ഡേറ്റിംഗ് ചെയ്തിരുന്നു എന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ ആ ബന്ധം 2019 ആരംഭിച്ചതെന്നും അവകാശപ്പെട്ടു. സെറോണിന് 19 വയസ്സായിരുന്ന സമയത്ത് 2015-ലോ 16-ലോ ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നില്ല എന്നും അയാൾ നിഷേധിച്ചു. അതിനുശേഷം ഈ 700 ബില്യൺ വോൺ കടം, അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അയച്ചൽ ലീഗൽ നോട്ടീസ് ഒരു ഫോർമൽ പ്രൊസീജിയർ മാത്രമാണ്, പണം തിരികെ വാങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നും ഈ ഏജൻസി വ്യക്തമാക്കി. എന്നാൽ ഇത് പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിശദീകരണമായി തോന്നി. കാരണം പണം ആവശ്യപ്പെടാൻ ഇല്ലെങ്കിൽ സെറോണിനെ മുൻകൂട്ടി ആശ്വസിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ നോട്ടീസ് അയക്കുന്നതിന് മുൻപ് വ്യക്തമായി അവളെ അറിയിക്കാമായിരുന്നു. അതൊന്നും അവിടെ നടന്നിട്ടില്ല. ഇതോടൊപ്പം ഈ ഹോവർ ലാബ് എന്ന ചാനലിനെ തെറ്റായ ടൈം ലൈൻസും തെറ്റായ നറേറ്റീവും പ്രചരിപ്പിക്കുന്നു എന്ന് ഏജൻസി തന്നെ കുറ്റപ്പെടുത്തി. ഏജൻസി വീണ്ടും പറഞ്ഞത് ഈ കടം സംബന്ധിച്ച വിഷയം സെറോണും ഗോൾഡ് മെഡലിസ്റ്റും തമ്മിലുള്ള സ്വകാര്യ വിഷയം മാത്രമാണ്, കിം സി ഹ്യൂന് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നും പറഞ്ഞു. എന്നാൽ നാശം ഇതിനകം സംഭവിച്ചിരുന്നു. ഈ വിശദീകരണങ്ങൾക്കിപ്പുറവും പൊതുജനങ്ങളുടെ വിമർശനം ശമിച്ചില്ല. പണം, നെഗറ്റീവ് PR ഇതിലൊന്നും ഒതുങ്ങി നിന്നില്ല. പലരും ഈ കഥയിൽ ഒരു വില്ലൻ ഉണ്ടെന്ന ഒരു തോന്നലുണ്ടാക്കി. അതിന്റെ കേന്ദ്ര ബിന്ദുവായി കിം സി ഹ്യൂൻ മാറി. ഫോട്ടോ പുറത്തുവന്ന സമയത്ത് സെറോൺ ബാലികയായിരുന്നു എന്നുള്ളൊരു ആരോപണമാണ് ജനങ്ങളെ
കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചത്. അതിന്റെ ഫലമായി കിം സെ ഹ്യൂൻ ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം 10 ലക്ഷം ഫോളോവേഴ്സ് നഷ്ടപ്പെട്ടു. പ്രാഡ, ഡിൻഡോ, എയർ തുടങ്ങിയ ബ്രാൻഡുകൾ അവനുമായുള്ള ഒരു ബന്ധം അവസാനിപ്പിച്ചു. നിരവധി പ്രോജക്റ്റുകൾ പിൻവലിക്കപ്പെട്ടു. ഇതോടെ അവൻ ഈ സെറോൺ അപകടത്തിന് ശേഷം അനുഭവിച്ച അതേ അവസ്ഥയിലേക്കാണ് തിരിച്ചെത്തിയത്. ഈ സാഹചര്യം മൂലം മാർച്ച് മാസം 15-ന് ഗോൾഡ് മെഡലിസ്റ്റ് സെറോണിന്റെ കുടുംബവുമായി ഒരു പ്രൈവറ്റ് മീറ്റിംഗ് നിർദ്ദേശിച്ചു. എന്നാൽ സെറോണിന്റെ കുടുംബം അത് നിരസിച്ചു. അവർ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് പണം വേണ്ട, ഒരു സത്യസന്ധമായ മാപ്പ് മാത്രം. ആ കുടുംബത്തിന്റെ നിലപാട് ഇതായിരുന്നു. കിം സെ ഹ്യൂൻ സെറോണിന്റെ ഏറ്റവും കഷ്ടകാലത്ത് വിട്ടുപോയി എന്നുള്ളത് സമ്മതിക്കണം. 2015 മുതൽ അവരുടെ റിലേഷൻഷിപ്പ് ആരംഭിച്ചുവെന്ന് ഗോൾഡ് മെഡലിസ്റ്റും കിം സെ ഹ്യൂനും തുറന്ന് സമ്മതിക്കണം. അങ്ങനെ വീണ്ടും ഈ വിവാദം ആരംഭിച്ചു. ഈ ആവശ്യങ്ങൾക്ക് മറുപടി ലഭിക്കാതിരുന്നതിന് പിന്നാലെ മാർച്ച് മാസം 16-ന് കിം സെ ഹ്യൂന്റെ മറ്റൊരു ഫോട്ടോ പുറത്തു വന്നു. ആ ചിത്രത്തിൽ അവൻ കിം സെ ഹ്യൂന്റെ വീട്ടിലായിരുന്നു. ഈ ഫോട്ടോ വൈറലായതോടെ ഒരു സോറി പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ, എന്തുകൊണ്ട് മൗനം തിരഞ്ഞെടുത്തു എന്ന ചോദ്യങ്ങൾ ഉയർന്നു. പലരും അവനെ അഹങ്കാരിയെന്നും ഉത്തരവാദിത്വമില്ലാത്തവനും എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ മാർച്ച് മാസം 20-ന് ഗോൾഡ് മെഡലിസ്റ്റും കിം സെ ഹ്യൂനും ചേർന്ന് ഈ സെറോണിന്റെ കുടുംബത്തിനെതിരെയും ഹോവർ ലാബ് എന്ന ചാനലിനെതിരെയും നിയമ നടപടികൾ ആരംഭിച്ചു. മാർച്ച് മാസം 26-ന് ഹോവർ ലാബിനെതിരെ ഡിഫോമേഷൻ കേസ് ഫയൽ ചെയ്തു. അതിനു മറുപടിയായി ഹോവർ ലാബ് എന്ന ചാനൽ പറഞ്ഞത് ഗോൾഡ് മെഡലിസ്റ്റിനും കിം സെ ഹ്യൂന്റെ വരാനിരിക്കുന്ന ഡ്രാമ റദ്ദാക്കിയാൽ കൂടുതൽ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടുമെന്നൊരു മുന്നറിയിപ്പ് നൽകി. അങ്ങനെ മാർച്ച് മാസം 28-ന് ഹോവർ ലാബിന്റെ അഭിഭാഷകർ ഒരു പബ്ലിക് പ്രസ് കോൺഫറൻസിൽ കിം സെ ഹ്യൂനും ഹിംസറോണും തമ്മിലുള്ള ചാറ്റുകൾ പുറത്തുവിട്ടു. അതൊക്കെ സെറോൺ ചെറിയ കുട്ടിയായിരിക്കെ തന്നെ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നവയായിരുന്നു. എന്നാൽ ഈ കേസ് ഇപ്പോഴും നിയമപരമായ അന്വേഷണത്തിലാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ വന്നിട്ടില്ല. അവസാനമായി പറയാനുള്ളത് ഇത്ര മാത്രം. ഒരിക്കൽ നല്ല കുട്ടി എന്ന ഇമേജിൽ കൊറിയൻ ഇൻഡസ്ട്രി ആരാധിച്ചിരുന്ന കിം സെ ഹ്യൂന്റെ പബ്ലിക് ഇമേജ് ഇനി പഴയതുപോലെ ആയിരിക്കില്ല. ഈ കേസിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, പ്രശസ്തിയും പവറും പണവും ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറച്ചുവെക്കില്ല. ഒരു നിമിഷത്തെ തെറ്റും സമൂഹത്തിന്റെ ക്രൂരമായ വിധിയും ചേർന്നാൽ അതൊരാളുടെ മുഴുവൻ ജീവിതവും തകർക്കും. നിശബ്ദതയും അവഗണനയും ചിലപ്പോൾ ഏറ്റവും വലിയ അതിക്രമങ്ങളായി മാറും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റിൽ പറയാം. ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്നത്. നമ്മുടെ ചാനൽ ഇത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.